വേളയിൽ ഞാൻ പാടും ഹല്ലേലൂയ. ദാവീദെ പോലെ ഞാൻ പാടിടും ഹല്ലേലൂയ. യേശുവിനായി ഞാൻ പാടിടും ഹല്ലേലൂയ. ദാവീദെ പോലെ ഞാൻ പാടിടും ഹല്ലേലൂയ. യേശുവിനായി ഞാൻ പാടിടും ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ക്രിസ്തുവിൻ കഷ്ടങ്ങളിൽ ഞാൻ പാടും ഹല്ലേലൂയ. അഗ്നിശോധനയിലും ഞാൻ പാടും ഹല്ലേലൂയ. ക്രിസ്തുവിൻ കഷ്ടങ്ങളിൽ ഞാൻ പാടും ഹല്ലേലൂയ. അഗ്നിശോധനയിലും ഞാൻ പാടും ഹല്ലേലൂയ. തേജസ്സിൻ പ്രത്യക്ഷതയിൽ ഞാൻ പാടും ഹല്ലേലൂയ. ആത്മാവിൻ നിറവിൽ ഞാൻ പാടും ഹല്ലേലൂയ. തേജസ്സിൻ പ്രത്യക്ഷതയിൽ ഞാൻ പാടും ഹല്ലേലൂയ. ആത്മാവിൻ നിറവിൽ ഞാൻ പാടും ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം നമുക്ക് തന്ന നല്ലവനായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവജനത്തിൽ ഒരു വാക്യമുണ്ട്, നമ്മൾ കഷ്ടം അനുഭവിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുകയുണ്ട്, അവൻ ഇതിനെയെല്ലാം ജയിച്ചിരിക്കുകയുണ്ട്, നിനക്കതിനെ ജയിക്കാൻ കഴിയും. നമ്മുടെ പ്രതിസന്ധിയിൽ നമുക്ക് ധൈര്യപ്പെടാൻ കർത്താവിൻ്റെ വചനം പറയുക, ഇതിനെല്ലാം മറികടന്ന, അല്ലെങ്കിൽ ഈ പ്രശ്നത്തെ എല്ലാം മറികടന്ന്, ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, ആ കഷ്ടത്തെ നിങ്ങൾക്ക് ജയിക്കാനായി കഴിയും. കാരണം ഇതിനെയെല്ലാം യേശു ജയിച്ചിരിക്കുകയാണ്. എന്നാൽ പലപ്പോഴും നമുക്കത് മനസ്സിലാകാറില്ല. നമ്മളതിനെ എങ്ങനെയാണ് അത് ആ ജയിക്കുന്ന അനുഭവത്തിലേക്ക് വരുന്നത് എന്ന് നമുക്കറിയത്തില്ല. പലപ്പോഴും നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ആയിരിക്കുന്നത്. യേശു ഉണ്ടെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് യേശു ഉണ്ട് എന്നത് ആ അനുഭവത്തെ, ഈ പ്രയാസത്തിൻ്റെ കഷ്ടതയുടെ ആ ഘട്ടത്തിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ കൊണ്ടുവരേണ്ടത് എന്ന് പലപ്പോഴും നമുക്കറിയത്തില്ല. എന്നാൽ ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ എന്താണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും എങ്ങനെയാണ് എനിക്ക് അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരാൻ കഴിയുന്നതെന്നും നമുക്ക് കേൾക്കാം. നമുക്ക് ആ മെസ്സേജിലേക്ക് പോകാം. While Jesus was ministering here, he speak to his disciples from John chapter 16 verse 33. യോഹന്നാന്റെ സുവിശേഷം 16:33 യേശു പറയുന്നത്. Turn to that word. ആ വാക്യത്തിലേക്ക് പോകാം. Open that Bible scripture. നിങ്ങൾ ആ വാക്യം എടുത്താട്ടെ. Open your Bible. നിങ്ങളുടെ ബൈബിൾ എടുത്ത് ആ വാക്യം Start to read with me. എന്നോടൊപ്പം നിങ്ങളൊന്ന് വായിച്ചാട്ടെ. We know the half portion of that Bible word. ആ വചനത്തിന്റെ പകുതി നമുക്കറിയാം. Hallelujah. It is like this. അതിങ്ങനെയാണ്. In the world you have tribulations. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. Next word. And distress and suffering, but courageous, I have overcome the world. നിങ്ങൾക്ക് ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. The half portion of the word. അത് വചനത്തിന്റെ പകുതിയാണ്. But mostly the Christians don't know the first portion of that scripture. പക്ഷേ ആ വചനത്തിന്റെ ആദ്യ ഭാഗം ഒരിക്കലും ക്രിസ്ത്യാനികൾക്ക് അറിയത്തില്ല. We know the second portion of that scripture. നമുക്ക് ആ ഭാഗത്തിന്റെ പകുതി രണ്ടാമത്തെ ഭാഗമാണ് നമുക്ക് അറിയാവുന്നത്. Most of the Christians are used to share the scripture. You have tribulations. He say like that. നമുക്ക് കൂടുതൽ നമുക്ക് പരിചയമുള്ള നമുക്ക് കഷ്ടതയുണ്ട്, നമുക്ക് കഷ്ടതയുണ്ട്, നമുക്ക് കഷ്ടതയുണ്ട്. Because they are using the word to share everyone we have to face tribulations. നമ്മൾ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് കഷ്ടത നമ്മൾ അനുഭവിക്കേണ്ട ആവശ്യമാണെന്ന്. But most of the people don't know what the scripture says. പക്ഷേ വചനം പറയുന്നത് എന്താണെന്ന് പലർക്കും അറിയത്തില്ല. Open your Bible. നിങ്ങളുടെ ബൈബിൾ എടുത്താട്ടെ. It is written, I have told you these things so that in me you may have peace. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. For what Jesus is sharing this scripture? എന്തിനാണ് ദൈവം ഈ കാര്യം സംസാരിക്കാനിടയായത്? You may have peace in him.
അവനിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുവാൻ. For what he is sharing this scripture? എന്തിനാണ് ഈ വാക്യം യേശു സംസാരിച്ചത്? You may have peace in him. അവനിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകേണ്ടതിന്. Say to your neighbor, you may have peace in him. That's why he shared this scripture. അവനിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അവൻ ഈ വാക്യം നമ്മളോട് സംസാരിക്കാൻ ഇടയായത്. Next word is the unimaginable scripture. അടുത്ത വാക്യമാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത. It's contrary to the first word. ആ വാക്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അടുത്തത് It's എഴുതിയിരിക്കുന്നത്. contrary to the first portion. ആദ്യ ഭാഗത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. It is written, in the world you have tribulations. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്. For what he is sharing this scripture? എന്തിനാണ് അവൻ ഈ വാക്യം പറഞ്ഞത്? You may have peace in him. അവൻ പറയാൻ ഈ വാചനം പറയാൻ ഇടയായത് അവനിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകാം. But he is saying you have tribulations. പക്ഷെ അവൻ പറയുന്നത് നിങ്ങൾക്ക് കഷ്ടതയുണ്ടെന്ന്. സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് യേശു പറഞ്ഞേ. പക്ഷെ യേശു പറയുവാണ് സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നതെന്ന് പറഞ്ഞിട്ട് പറയുവോ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്ന്. അതെങ്ങനെയാ പറ്റുന്നത്? കഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും സമാധാനം വരുമോ? നിങ്ങളെന്താ മിണ്ടാത്തെ? സമാധാനം ഉണ്ടാകാനാ ഞാൻ ഈ വാക്യം പറഞ്ഞിട്ട് പറയുക കർത്താവ് നിങ്ങൾക്ക് ഈ ലോകത്ത് കഷ്ടമുണ്ടെന്ന്. അതെങ്ങനെയാ സമാധാനം തരുന്നേ? Look at the next word. It's a beautiful scripture. But be courageous. I have overcome this world. That's the reason you may have the peace in him. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. അതാണ് മനോഹരമായ കാര്യം. അതിനകത്ത് എഴുതിയിരിക്കുന്നത് എങ്കിലും ധൈര്യപ്പെടുവേൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന്. Our peace come from that scripture. ഈ നമ്മുടെ സമാധാനം വരുന്നത് ആ വാക്യത്തിൽ നിന്നാണ്. You may have the peace in him from that scripture. നിങ്ങൾ അവനിലുള്ള സമാധാനം നിങ്ങൾക്കുണ്ടാകുന്ന ആ വാക്യത്തിൽ നിന്നാണ്. Say to your neighbor, you may have the peace in him from that scripture only. ആ വാക്യത്തിൽ നിന്നാണ് നിങ്ങൾക്ക് സമാധാനം ലഭിക്കാനായി പോകുന്നത്. You may have peace in him from that scripture only. അവനിലുള്ള സമാധാനം നിങ്ങൾക്ക് ലഭിക്കുന്നത് ആ വചനത്തിലൂടെയാണ്. He's saying, don't worry, I overcome this world. അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ഭാരപ്പെടേണ്ട, ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. Just imagine I am sharing to Anish, don't worry, I overcome this world. ഞാൻ അനീഷിനോട് പറയുകയാണ്, നീ ഭാരപ്പെടേണ്ട, ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന്. What does it mean? എന്താണ് അത് മനസ്സിലാക്കുന്നത്? When he is going through a trouble time, I am sharing, don't worry, I am overcome this world means, don't worry, I will stand for you in your tribulations. അനീഷ് ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഞാൻ പറയുകയാണ്, നീ ഭാരപ്പെടേണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, നീ നടന്നു പോകുന്ന പ്രശ്നങ്ങൾ ഏതോ ആയിക്കൊള്ളട്ടെ, അതിനകത്ത് നീ മാത്രമല്ല പോകുന്നത്, ഞാൻ നിന്റെ കൂടെ നടന്നിട്ട് ആ സാഹചര്യങ്ങളെ മറികടക്കുവാൻ ഞാൻ നിന്റെ കൂടെ നടക്കും എന്നാണ് യേശു പറയാനിടയായത്. ഞാൻ നിന്റെ കൂടെ നിനക്ക് വേണ്ടി നിൽക്കും. അതാണ് ബൈബിൾ പറയുന്നത്. That means when you are facing the troubles and tribulations, he will stand for you. Don't look at your situation, look at him, he is standing for you. നിന്റെ പ്രശ്നത്തിലൂടെ നിന്റെ കഷ്ടതയിലൂടെ നീ കടന്നു പോകുന്ന സമയത്ത് നീ ആ പ്രശ്നത്തെ നോക്കുവാൻ ഇടയാകരുത്. യേശു പറയുന്നു, നിന്റെ പ്രശ്നത്തിനും കഷ്ടതയ്ക്ക് അതിന് പകരമായി ഞാൻ നിന്റെ കൂടെ നിന്നെ അതിനെ മറികടത്തി തരും. When she is going through a tough time, hard time, in a tribulations and trouble, I'm saying, don't worry, I'm standing with you. That means, don't worry about your trouble, I'm with you, don't worry. That's what the meaning. ഇവളൊരു കഷ്ടതയിലൂടെ കടന്നു പോകുന്ന സമയത്ത്, ബുദ്ധിയിലുള്ള പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഞാൻ പറയുകയാണ്, നീ ഭാരപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നിന്റെ ഏത് പ്രശ്നത്തിലൂടെ ആണ് നീ കടന്നു പോകുന്നതെങ്കിൽ ആ പ്രശ്നങ്ങളെ മറികടക്കുവാൻ ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ അതിനെ പങ്കുവെച്ചോളാം. That means, don't look at your situation, look at me. എന്ന് വെച്ചാൽ I am your courage, I am your confidence, I am your hope, I am your safe, I am your faith. That's what he's saying. എന്ന് വെച്ചാൽ അവൻ പറയുന്നത്, നിന്റെ പ്രശ്നങ്ങളെ നീ നോക്കുവാനിടയാകരുത്, പകരം നീ എന്നിലേക്ക് നോക്ക്. ഞാനാണ് നിന്റെ കറേജ് എന്ന് പറയുന്നത്, ഞാനാണ് നിന്റെ ബലം, ഞാനാണ് നിന്റെ വഴികാട്ടി, ഞാനാണ് നിന്റെ ശക്തി. നിന്റെ ഏത് പ്രശ്നങ്ങളുണ്ടോ അതിനെ മറികടക്കുന്ന രീതിയിൽ ഞാൻ നടത്തുവാൻ ഞാനുണ്ട് എന്നാണ് അവൻ പറയുവാനിടയാകുന്നത്. Don't look at your bad situations. നിങ്ങളുടെ തെറ്റായ സിറ്റുവേഷൻ നോക്കരുത്. Knowing this truth that Jesus overcome this world, it stands for you. നിന്റെ സാഹചര്യങ്ങളെ നിങ്ങൾ നോക്കാനിടയാകരുത്. എന്റെ യേശു ലോകത്തെ ജയിച്ചിരിക്കുന്നു, അവൻ നിനക്ക് വേണ്ടി ഏതു സാഹചര്യത്തിലും നിൽക്കുവാനിടയാകും. Amen. That word is standing for you.
ആ വചനം നിനക്ക് വേണ്ടി നിൽക്കുവാനിടയായി. Are you listening to me now? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? When you are in the trouble, നിങ്ങൾ പ്രശ്നത്തിലായിരിക്കുമ്പോൾ Jesus said to us, യേശു എന്നോട് പറഞ്ഞു, I stand for you. ഞാൻ നിനക്ക് വേണ്ടി നിൽക്കും. If you are crossing a river, നീ ഒരു നദി കടന്നാണ് the water പോകുന്നത്, will overflow you. വെള്ളം നിന്നെ കവിഞ്ഞു പോയെന്ന് If വന്നേക്കാം. you are crossing a fire, നീ ഒരു തീയിലൂടാണ് the കിടക്കുന്നത്, fire will not burn you, ആ തീ നിന്നെ ചുട്ടുകളയത്തില്ല. because I am holding you. കാരണം ഞാൻ നിന്നെ പിടിച്ചിട്ടുണ്ട്. Come on, church, give a praise offering to the Lord. ഹല്ലേലൂയ. ഞാൻ തുടക്കത്തിൽ നിൽക്കുക. ഒരു 20 മിനിറ്റ് 25 മിനിറ്റെങ്കിലും ഉണ്ടെങ്കിൽ പ്രസംഗം തീർത്തുള്ളൂ. ഐ മീൻ ദ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, നൗ യു ആർ ചാർജ്. ഐ ക്യാൻ ഷെയർ ദ വേർഡ് നൗ. നിങ്ങളിപ്പോൾ ചാർജ് ആയിരിക്കണം. എനിക്ക് ഇനി എൻ്റെ മെസ്സേജ് പറയാനായി പറ്റും. Are you listening? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? This is also a word. It's already a rhema word for you. I know. ഇത് ദൈവത്തിൽ നിന്നുള്ള നിങ്ങളുടെ റേമ വേർഡാണ്, എനിക്കറിയാം. Are you listening to me? എന്നെ ശ്രദ്ധിച്ചാലോ? Say with me. എന്നോടൊപ്പം പറഞ്ഞാലോ? Say with me. When I am in the trouble, ഞാൻ ഒരു പ്രശ്നത്തിലായിരിക്കുമ്പോൾ I never look again to my problem. എന്റെ പ്രശ്നങ്ങളെ ഞാൻ Not നോക്കത്തില്ല. listen to my problem. എന്റെ പ്രശ്നങ്ങളെ ഞാൻ ശ്രദ്ധിക്കത്തില്ല. Instead of that, അതിന് പകരമായി I look at inside. എന്റെ അകത്തേക്ക് ഞാൻ നോക്കും. Look at my strengthener. എന്നെ ബലപ്പെടുത്തുന്നവനെ ഞാൻ നോക്കും. Look at my strengthener. എന്നെ ബലപ്പെടുത്തുന്നവനെ ഞാൻ Look നോക്കും. at my counselor. എന്റെ കൗൺസിലറെ ഞാൻ Look നോക്കും. at my advocate. എന്റെ അഡ്വക്കേറ്റിനെ ഞാൻ നോക്കും. Look at my helper. എന്റെ സഹായകനെ ഞാൻ നോക്കും. Look at my might. എന്റെ ശക്തിയെ ഞാൻ നോക്കും. Look at my power. എന്റെ ശക്തിയെ ഞാൻ നോക്കും. Come on, give a praise offering to the Lord. ദൈവത്തിന് സ്തുതിയാഗം അർപ്പിച്ചാട്ടെ. You know, when you are in the trouble, you have to meditate the scriptures. നിങ്ങൾ ഒരു പ്രശ്നത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ വചനത്തെ ധ്യാനിക്കേണ്ടത് ആവശ്യമാണ്. These last 2-3 weeks I share about glorious life. ഈ 2-3 ആഴ്ചയായിട്ട് ഗ്ലോറിയസ് ലൈഫിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് Glorious പറയാനുള്ളത്. inheritance. മഹത്വകരമായ അവകാശങ്ങളെ കുറിച്ച്. Last week they solely share about the glory of finance. കഴിഞ്ഞ ആഴ്ച സിസ്റ്റർ പറഞ്ഞത് സാമ്പത്തിക മഹത്വത്തെ കുറിച്ച് സംസാരിക്കാനിടയായി. When you are in the trouble, നിങ്ങൾ പ്രശ്നത്തിലായിരിക്കുമ്പോൾ don't lose this understanding. ഈ മനസ്സിലാക്കൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് കളഞ്ഞു പോകരുത്. You are in the present time inheritance. നിങ്ങൾ ഈ സമയത്തുള്ള നിങ്ങളുടെ അവകാശത്തിലാണ് നിങ്ങൾ ആയിരിക്കുന്നത്. No one can snatch it away from you. നിങ്ങളെ ആർക്കും അതിൽ നിന്ന് മാറ്റിക്കളയാനായി സാധിക്കത്തില്ല. This is my hour. ഇത് എന്റെ സമയമാണ്. This is my time. ഇത് എന്റെ സമയമാണ്. This is my season. ഇത് എന്റെ കാലഘട്ടമാണ്. ഓർക്ക പറഞ്ഞേ. This is my time. ഇത് എന്റെ സമയമാണ്. This is my hour. ഇത് എന്റെ സമയമാണ്. This is my season. ഇത് എന്റെ കാലഘട്ടമാണ്. Season for blessings. എന്റെ അനുഗ്രഹത്തിന്റെ കാലഘട്ടം. Season for increase. എന്റെ വർധനവിന്റെ കാലഘട്ടം. മിണ്ടാതിരിക്കാതെ പറ. Season for increase. എന്റെ വർധനവിന്റെ കാലഘട്ടം. Season for glorious life. എന്റെ മഹത്വകരമായ ജീവിതത്തിന്റെ കാലഘട്ടം. Glorious time of inheritance. എന്റെ അവകാശങ്ങൾ പ്രാപിച്ചെടുക്കാനുള്ള മഹത്വകരമായ Time of glorious inheritance. മഹത്വത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള സമയം. You have to meditate the scriptures. നിങ്ങൾ ഈ വചനത്തെ ധ്യാനിക്കേണ്ട ആവശ്യമാണ്. When you meditate the scripture, നിങ്ങൾ വചനത്തെ ധ്യാനിക്കുമ്പോൾ it's a beautiful word. The word of God transformed into the image of Lord Jesus Christ. നിങ്ങൾ ദൈവവചനം ധ്യാനിക്കുന്ന സമയത്ത് ദൈവവചനം യേശുവിന്റെ ഇമേജ് പോലെ നിങ്ങൾ വെളിപ്പെട്ടു വരുവാൻ രൂപാന്തരപ്പെടുത്തുവാൻ ഇടയാകും. It's a beautiful understanding I'm sharing. When you are in the trouble, നിങ്ങൾ പ്രശ്നത്തിലായിരിക്കുമ്പോൾ you have to meditate the word. നിങ്ങൾ ദൈവവചനം ധ്യാനിക്കേണ്ട You have to ആവശ്യമാണ്. meditate the glorious life. നിങ്ങൾ ആ ഗ്ലോറിയസ് ലൈഫിനെ കുറിച്ച് ധ്യാനിക്കണം. When you are meditating the word, നിങ്ങൾ അത് ധ്യാനിക്കുന്ന the സമയത്ത് word of God transform you into the image of Jesus Christ. നിങ്ങൾ ആ വചനം ധ്യാനിക്കുന്ന സമയത്ത് ആ വചനം നിങ്ങളെ യേശുവിനെ പോലെ രൂപാന്തരപ്പെടുത്തുവാൻ ഇടയാകും. That's why 2 Corinthians chapter 3 verse 18 says. 2 Corinthians 3:18. And we all with unveiled face, seeing as a mirror the glory of the Lord, and are being transformed into his image. എന്നാൽ മൂടുപട നീങ്ങി മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്നു എന്ന കർത്താവിന്റെ ദാനമായ തേജസ് പ്രാപിച്ചു അതേ പ്രതിബിംബമായി രൂപാന്തരപ്പെടുന്നു. അതേ പ്രതിബിംബമായി രൂപാന്തരപ്പെടുന്നു. Get into his image.
അതേ പ്രതിബിംബമായി രൂപാന്തരപ്പെടുന്നു. When you meditate the word, നിങ്ങൾ ദൈവവചനം ധ്യാനിക്കുന്ന സമയത്ത് the word of God transform you into the image of Christ. ദൈവവചനം നിന്നെ ദൈവത്തിന് യേശുവിന്റെ അതേ രൂപത്തിലേക്ക് രൂപമാറ്റപ്പെടുത്തുവാൻ Holy ഇടയാകും. Spirit will help you to make you that way. പരിശുദ്ധാത്മാവ് നിന്നെ അങ്ങനെ ആക്കാൻ വേണ്ടി സഹായിക്കാൻ ഇടയാകും. Listen to me. എന്നെ ശ്രദ്ധിച്ചാല് When she is going through a trouble, just imagine. ഇവൾ ഒരു പ്രശ്നത്തിലായിപ്പോ എന്ന് സങ്കല്പിക്കുക. കൈ ഉയർത്തി ഒരു നല്ല ആമീൻ പറഞ്ഞു. ഓക്കേ അല്ലേ? When she is going through a problem, just imagine. ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നത് നിങ്ങൾ ചിന്തിച്ചാട്ടെ. This is imagination. അതൊരു ചിന്ത മാത്രമാണ്. It's not going to be a reality. അത് ഒരിക്കലും യാഥാർത്ഥ്യമാകത്തില്ല. Because she is my child. കാരണം ഇതെന്റെ മകളാണ്. And she is a child of God too. അത് ദൈവത്തിന്റെ മകളും കൂടെയാണ്. Just imagine he's going through a problem. ഒരു പ്രശ്നത്തിലൂടെ കടന്നു വന്ന് ചിന്തിച്ചാട്ടെ. She started to meditate the word. ദൈവവചനം ധ്യാനിക്കുവാനിടയായി. What will happen? എന്താണ് സംഭവിക്കുന്നത്? Try to ask your neighbor, what do you have? What will happen? ചോദിച്ചട്ടെ എന്താണ് സംഭവിക്കുന്നത്? No change happen outside. പുറമെ ഒരു രൂപമാറ്റവും But സംഭവിക്കുന്നില്ല. the word of God transform her into the image of Christ Jesus. Amen. ദൈവവചന അകത്ത മനുഷ്യനെ യേശുവിനെ പോലെ രൂപമാറ്റം വരുത്തുവാനിടയാകും. Holy Spirit will make it. ഈ പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കും. So when you are in the trouble, don't listen to the trouble. Don't hear from the trouble. Hear from the word. നിങ്ങൾ പ്രശ്നത്തിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആ പ്രശ്നത്തെ കേൾക്കരുത്, പ്രശ്നത്തെ നോക്കരുത്. നിങ്ങൾ കേൾക്കേണ്ടത് ദൈവവചനത്തിൽ നിന്നാണ്. It will transform you into the image of Christ. അത് നിന്നെ രൂപമാറ്റപ്പെടുത്തു. ആരെ പോലെ? യേശുവിനെ പോലെ. How it has happened? എങ്ങനെയാണ് സംഭവിക്കുന്നത്? According to John chapter 1 verse 1 says, in the beginning there was the word, and the word was with God, and word was God himself. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? യോഹന്നാൻ 1:1 പറയുന്ന ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. So when you are meditating word, നിങ്ങൾ ദൈവവചനം ധ്യാനിക്കുന്ന you സമയത്ത് are meditating God. നിങ്ങൾ ദൈവത്തെയാണ് ധ്യാനിക്കുന്നത്. Are you following? നിങ്ങൾ എന്നെ പിന്തുടരുന്നുണ്ടോ? So I would say no appearance. പുറമെ ഒരു വ്യത്യാസവുമില്ല. Outside there is no change. പുറമെ ഒരു മാറ്റവുമില്ല. But the word of God പക്ഷേ transform her into the image of Christ Jesus inside. പക്ഷേ ദൈവവചനം ധ്യാനിക്കുന്ന സമയത്ത് ആ ദൈവവചന അകത്ത മനുഷ്യനെ യേശുവിന്റെ പ്രതിരൂപത്തിലേക്ക് രൂപമാറ്റം വരുത്തുവാനിടയാകും. Will you please stand up with me? നിങ്ങൾ എന്നോട് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? Can you say with me, when I meditate the word, ഞാൻ ദൈവവചനം ധ്യാനിക്കുന്ന സമയത്ത് it will transform me അത് എന്നെ രൂപമാറ്റപ്പെടുത്തും into the image of Christ Jesus. അത് എന്റെ ക്രിസ്തുവിനെ പോലെ എന്നെ രൂപമാറ്റപ്പെടുത്തുവാനിടയാകും. Say once again, ഞാൻ when I meditate the word, ഞാൻ ദൈവവചനം ധ്യാനിക്കുന്ന സമയത്ത് when I meditate the word, ഞാൻ ദൈവവചനം ധ്യാനിക്കുന്ന സമയത്ത് ദൈവവചനം transform me എന്നെ രൂപമാറ്റപ്പെടുത്തും into the image of Christ Jesus. ക്രിസ്തുവിന്റെ രൂപത്തിലേക്ക് എന്നെ രൂപമാറ്റപ്പെടുത്തുവാനിടയാകും. Are you listening to me? എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? So one day while I was reading the scripture, I know Jesus lives in me. ഞാൻ ഒരിക്കൽ വചനം വായിക്കുന്ന സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി, യേശു എന്നിൽ ജീവിക്കുന്നു. So when I'm reading the word, how it is transforming to the image of Christ. ഞാൻ വചനം വായിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഞാൻ രൂപമാറ്റപ്പെടുത്തി യേശുവിനെ പോലെ ആകുന്നത്? When she born, ഇവൾ ജനിക്കുന്ന സമയത്ത് we can't see her nose is, how her nose is, how her lips is, how her eyes is. We can't understand it. നമ്മൾ ജനിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകത്തില്ല മൂക്ക് എങ്ങനെ ഇരിക്കും, ചുണ്ട് എങ്ങനെ ഇരിക്കും, കവിൾ എങ്ങനെ ഇരിക്കും, കണ്ണ് എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് പൂർണ്ണമായി മനസ്സിലാകത്തില്ല. Is similar to my lips, is similar to my eyes. Maybe some people say it's similar to Soli. Maybe some part is similar to me. Oh, so many opinions. പലരും ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് പറയാനിടയാകും, ഈ കണ്ണ് കണ്ടു കഴിഞ്ഞാൽ ബ്രദറിന്റെ കണ്ണ് പോലെ ഇരിക്കും, ഈ മൂക്ക് കണ്ട സിസ്റ്ററിന്റെ മൂക്ക് പോലെ ഇരിക്കും. അങ്ങനെ പല കാര്യങ്ങളും പലതായിട്ട് പലരും പറയാനിടയാകും. In the babyhood stage we can't say how she look like. പക്ഷേ ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിനെ നോക്കിയിട്ട് നമുക്ക് ഒരിക്കലും പറയാനായി സാധിക്കത്തില്ല ആരെ പോലാണ് ഇരിക്കുന്നതെന്ന്. Slowly, പക്ഷെ പതുക്കെ one day I look at Soli's childhood photos. Ditto, same. പക്ഷെ ആദ്യമേ ഒന്നും മനസ്സിലായിരുന്നില്ല. പക്ഷെ മൂക്കിന് മാത്രം ചെറിയ വ്യത്യാസം, കുറച്ച് വ്യത്യാസം. ചുണ്ട് അവളെ പോലെയല്ല, എന്നെ പോലെ. മനസ്സിലാവുന്നു? ഇത് വളർന്നപ്പോഴാണ് ഇങ്ങനെ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയത്. കൈയടിക്കുന്നെങ്കിൽ നേരാവണ അടിക്കും. കൊച്ചായിരുന്നപ്പോ ഒരു വ്യത്യാസം
വ്യത്യാസം അറിയത്തില്ലായിരുന്നു. വലുതാവും തോറും അവിടെ ഇവിടെയൊക്കെ ആരുടെയൊക്കെ ഷേപ്പ് വരുന്നുണ്ട്. കാരണം ഞാൻ അവളുടെ അപ്പൻ, ഇവളവളുടെ അമ്മ, എന്തെങ്കിലുമൊക്കെ വെളിപ്പെട്ടേ ഒക്കത്തുള്ളൂ. അതേപോലെ നമ്മൾ ക്രിസ്തുവിൽ ജനിച്ചു കഴിയുമ്പോഴും ദൈവവചനത്തോടൊപ്പം ഇരിക്കുന്ന അനുസരിച്ച്, നമ്മൾ വളരുന്ന അനുസരിച്ച് നമ്മുടെ ഇമേജ് ക്രിസ്തുവിന് അനുരൂപമായി വെളിപ്പെടാനായി തുടങ്ങും. ദൈവജനം ധ്യാനിക്കുന്ന അല്ലെങ്കിൽ സ്ഥിരമായി തൻ്റെ ഡെയിലി ലൈഫിൽ ദൈവജനം ധ്യാനിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ദൈവജനം കർത്താവ് പറയുകയാണ്, ആ വ്യക്തി ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ട് മാറിക്കൊണ്ടായിരിക്കുന്നത്, ക്രിസ്തുവിനെ പ്രതിബിംബിക്കുന്ന എന്താണോ നമ്മൾ ധ്യാനിക്കുന്നത് അതെന്നിൽ വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ധ്യാനിക്കുന്ന ദൈവജനത്തിനൊത്തവണ്ണം നിങ്ങൾ ഓരോ ദിവസവും മാറിക്കൊണ്ടാണ്. ആ കേൾക്കുന്ന ക്രിസ്തുവിൻ്റെ സ്വഭാവം, ദൈവത്വത്തിൻ്റെ എല്ലാ ഗുണങ്ങളും അത് നിങ്ങളിലാവുകയാണ്. അതിനെ അനുരൂപമായിട്ട്, ആ സ്വഭാവത്തിന് അനുരൂപമായിട്ട്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഗുണങ്ങൾക്ക്, സ്വഭാവത്തിന് ഒക്കെ അനുരൂപമായിട്ട്, ആ പ്രവൃത്തികൾക്ക് അനുരൂപമായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ മുൻപിലായിരിക്കുന്ന ഏത് സാഹചര്യത്തെയും നിഷ്പ്രയാസം ജയിക്കുവാനായി കഴിയും. കർത്താവ് നിങ്ങളെ വലിയ നിറവിലും ഉയർച്ചയിലും ഒക്കെ കൊണ്ടുവരട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. സിസ്റ്ററെ, തൻ്റെ മകൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത വലിയ അത്ഭുതത്തെയാണ് ഈ സിസ്റ്ററിനെ സാക്ഷ്യപ്പെടുത്താനായിട്ടുള്ളത്. ഈ സിസ്റ്ററിൻ്റെ പേര് സഹായ റാണി, ഈ മകൻ്റെ പേര് സന്തോഷ്. പൊഴിയൂർ എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഈ മകൻ കടലിൽ മത്സ്യബന്ധനത്തിനാണ് പോകുന്നത്. അങ്ങനെ പണിക്ക് പോകുമ്പോൾ ആഴക്കടലിൽ വെച്ച് ബോട്ടിലെ കമ്പി ഇടിച്ച് കാലിൽ പരിക്കുണ്ടായി. കാലിൽ നല്ല നീരും വേദന ആയത് കാരണം മടങ്ങി വന്നു. അടുത്ത ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ വെയിന് കംപ്ലൈൻ്റ് ആണ്, ചതവുമുണ്ട് എന്ന് പറഞ്ഞു. നടക്കാൻ കഴിയത്തില്ലായിരുന്നു. അവിടെ പ്ലാസ്റ്റർ ഇട്ടു. 1 മാസക്കാലം പ്ലാസ്റ്റർ ഇടണമെന്ന് പറഞ്ഞു. ഈ സംഭവം നടന്നിട്ട് 1.5 ആഴ്ചയാണ് ആയത്. എന്നാൽ കഴിഞ്ഞ ഞായറാഴ്ച ഇവർ ബ്രദറിൻ്റെ അടുക്കൽ വന്ന് ചർച്ചിൽ വന്ന് പ്രാർത്ഥിച്ചു. ബ്രദർ പ്രാർത്ഥിച്ചിട്ട് വേദന മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞു. സിസ്റ്റർ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്ന ആ നിമിഷം വേദന മാറിപ്പോയി. വീട്ടിൽ പോയി അവർ പ്ലാസ്റ്റർ മാറ്റിക്കളഞ്ഞു. ഒന്ന് പറയാവോ എന്താ സംഭവിച്ചതെന്നൊന്ന് പറയാവോ? ബോട്ടിൽ മുകളിൽ കയറിയപ്പോൾ കമ്പി വന്ന് കാലിലിടിച്ച് കാലൊന്നും ചെയ്യാൻ പറ്റൂല, കാല് ഊണാൻ പറ്റൂല. ബോട്ടുകാർ തൈലമൊക്കെ ബോട്ട് കൊണ്ട് കിടത്തി. അങ്ങനെ കരയ്ക്ക് വന്ന് ആശുപത്രിയിൽ പോയപ്പോൾ അവർ പറഞ്ഞു നരമ്പ് വളഞ്ഞിരിക്കുന്നു. അടുത്ത് പറഞ്ഞു പ്ലാസ്റ്റർ 1 മാസം കിടക്കണം ഇവിടെ പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ പോയി കിടന്നപ്പോൾ ഒരു പാസ്റ്റർ പ്രാർത്ഥിച്ചു, വീഡിയോ കോളിൽ പ്രാർത്ഥിച്ചപ്പോൾ 2 ദിവസത്തിൽ നടന്നു. 2 ദിവസം കൊണ്ട് അത് 2 ദിവസം കൊണ്ട് നടന്നു തുടങ്ങി. യാതൊരു പ്രയാസവും ഇല്ല. 1.5 മാസം പ്ലാസ്റ്റർ ഇടണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ 2 ദിവസം കൊണ്ട് നടക്കാൻ തുടങ്ങി. കർത്താവ് ചെയ്തതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആ ദേശത്ത് വലിയൊരു ഉണർവുണ്ടാകട്ടെ. ആമീൻ. യേശു സുവിശേഷ വേല തുടങ്ങിയപ്പോൾ ദൈവജനം പറയുക, ആ ദേശം മുഴുവനും, ഇരുട്ടിലിരുന്ന ദേശം മുഴുവനും വെളിച്ചം കാണുവാനിടയായി. അവിടെ ആയിരുന്ന സകല വ്യക്തികളും സൗഖ്യമാകുവാനിടയായി. ഇവരായിരിക്കുന്ന ദേശം വെളിച്ചം കാണട്ടെ. ഇവരായിരിക്കുന്ന ദേശത്ത് ഓരോ വീടുകളിലും ഓരോ സൗഖ്യമുണ്ടായെന്ന് പറയട്ടെ. ഓരോ വ്യക്തികളും സൗഖ്യമായെന്ന് പറയട്ടെ. ഓരോ വ്യക്തികൾക്കും ദൈവത്തിന്റെ അത്ഭുതത്തെ അനുഭവിക്കാൻ കഴിയുമെന്ന് പറയട്ടെ. കർത്താവേ, ആ ദേശം ഉണരട്ടെ അപ്പാ. ആ ദേശത്ത് നിന്ന് ഇരുട്ട് മാറിപ്പോകട്ടെ. ആ വെളിച്ചം ആ ദേശത്ത് പരക്കട്ടെ അപ്പാ. കർത്താവേ, ഇവരിലൂടെ സുവിശേഷം പറയുന്ന ഓരോ വാക്കുകളിലൂടെ, ഓരോ വ്യക്തികളിലൂടെ ആ ദേശത്ത് വെളിച്ചം പരക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവം ചെയ്യുന്ന ഓരോ നന്മകൾക്കായി നന്ദി പറയാം. ഓരോ സാക്ഷ്യവും അവർ പറയുന്നത് വളരെ എക്സൈറ്റഡ് ആയിട്ടാണ്. കാരണം അവരുടെ ലൈഫിൽ അവർ പ്രതീക്ഷിക്കാത്തൊരു അനുഭവമാണ് അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്നത്. അത് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന സന്തോഷവും സമാധാനവും ഒക്കെ വളരെ വലുതാണ്. ആ കർത്താവാണ് നമ്മളോടൊപ്പം ആയിരിക്കുന്നത്. ആ കർത്താവാണ് നമ്മളെയും കൈപിടിച്ച് നടത്തുന്നത്. ആ വലിയ സ്നേഹത്തിൽ നമുക്കായിരിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. അപ്പോൾ അതിനോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അപ്പോൾ കർത്താവെ, ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് അവിടുത്തെ അത്ഭുത കരം ചലിക്കട്ടെ അപ്പോൾ, ദൈവത്തിൻ്റെ നിറവ് ചലിക്കട്ടെ അപ്പോൾ.
ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ അപ്പാ. ആ സ്നേഹത്തിൻ്റെ കരുതലുണ്ടാകട്ടെ അപ്പാ. ഹല്ലേലൂയ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു, അവിടുത്തെ സ്നേഹത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, ഇവർ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിന്മേലും എനിക്കൊരു ചുമന്ന ടാർപ്പയാണ് കാണുന്നത്. അതിനു മുകളിൽ കസാരകൾ അടുക്കി വച്ചിരിക്കുന്നത് കാണാം. അങ്ങനെ ഒരു വീട്ടിൽ കർത്താവ് അവരുടെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യത്തെ എടുത്തു മാറ്റുന്നത് കാണാം, കലഹത്തെ എടുത്തു മാറ്റുന്നത് കാണാം. കർത്താവേ, നിൻ്റെ ക്രിയയ്ക്കായി നന്ദി പറയുന്നു അപ്പോൾ അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. ഈ കുടുംബങ്ങളിൽ അവിടുന്ന് ചലിക്കുന്ന ആ ദൈവിക അനുഭവങ്ങൾക്കായി നന്ദി പറയുന്നു. ആ വീട്ടിലൊരു വ്യക്തിയുടെ കാലുകളിൽ, അതായത് ഒരു കുഞ്ഞിൻ്റെ കാലിൽ സ്കിന്നിൽ പ്രയാസമുണ്ട്, നമുക്ക് ചൊറിഞ്ഞ് പൊട്ടുന്ന അനുഭവമുണ്ട്, കരപ്പൻ വരുന്ന പോലത്തെ ഒരു അനുഭവമുണ്ട്. ആ വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കിയ, ആ മോളെ കർത്താവ് സൗഖ്യമാക്കിയ അപ്പോൾ നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു കർത്താവേ. ഈ കുടുംബങ്ങളിൽ അത്ഭുതങ്ങളുണ്ടാകട്ടെ അപ്പാ, ഈ കുടുംബങ്ങളിൽ അത്ഭുതമുണ്ടാകട്ടെ അപ്പാ, ഈ കുടുംബങ്ങളിൽ അത്ഭുതമുണ്ടാകട്ടെ അപ്പാ. നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു കർത്താവേ. അപ്പോൾ ചില വീടുകളിൽ ആരാധനകളെ കർത്താവ് കൊണ്ടുവരുന്നത് കാണും. ഇതുവരെ അവരുടെ വീട്ടിൽ അങ്ങനെ ഒരു ആരാധനയില്ലായിരുന്നു, എന്നാൽ പുതിയ വാതിലുകളെ കർത്താവ് തുറക്കുകയാണ്. ചില വ്യക്തികൾ കർത്താവിലേക്ക് ചേരുന്നത് കാണാം. അപ്പോൾ നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്ന യേശുവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. കത്തിക്കൊണ്ട് നിൽക്കുന്ന തിരികൾ കാണാം. അപ്പോൾ നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. കുടുംബങ്ങളിൽ ചലിക്കുന്ന ദൈവിക വെളിച്ചത്തിനായി നന്ദി പറയുന്നു കർത്താവേ. ഹാലുറു ശകരം ധരേക്കലു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എനിക്കൊരു വ്യക്തിയെ കാണാം. ആ വ്യക്തി ചെയ്യുന്നത് ബീഡ്സ് വർക്കാണ് ചെയ്യുന്നത്. ആ ബീഡ്സ് വർക്ക് എനിക്ക് കാണാൻ കഴിയുന്നത് പൂക്കളോടൊപ്പം, അതായത് നാച്ചുറൽ ഫ്ലവർ അല്ല, ആർട്ടിഫിഷ്യൽ ഫ്ലവറിനോടൊപ്പം ബൊക്കെ ഉണ്ടാക്കുന്നത് പോലെ അതിനോടൊപ്പം ബീഡ്സ് വർക്കും കൂടെ ചേർത്ത് ചിലത് മനോഹരമായിട്ടുണ്ടാക്കുന്ന ഒരു ആർട്ട് വർക്ക് പോലെ ചെയ്യുന്ന ഒരു വ്യക്തിയെ എനിക്ക് കാണാം. ആ വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം. ആ വ്യക്തിയുടെ എല്ലുകളിലായിരിക്കുന്ന പ്രയാസത്തെ കർത്താവ് സൗഖ്യമാക്കുന്നത് കാണാം. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പോൾ അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. എന്നോടൊപ്പമായിരിക്കുന്ന കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ ചലിക്കട്ടെ അപ്പാ. പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേലെല്ലാം ദൈവത്തിൻ്റെ കൃപ ചലിക്കട്ടെ അപ്പോൾ അവിടുത്തെ കൃപ ചലിക്കട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, അപ്പോൾ അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ വലിയ അനുഭവങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കുമായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.